വിജിൻ വായന്തോട് കൂടുതൽ വിവരങ്ങളുമായി. വിജിൻ, എന്താണ് സർവകലാശാലയിൽ നടക്കുന്നത്? നിഷാദ്, നേരത്തെ തന്നെ കാര്യവട്ടം സർവകലാശാലയിലേക്കും സമാനമായ രീതിയിൽ SFIയുടെ പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു. ഡീൻ വിജയകുമാരി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു ഈ പ്രതിഷേധം. അവർ പുറത്താക്കണം എന്നുള്ളതായിരുന്നു പ്രധാനമായും ആവശ്യം. ഇന്ന് അല്പസമയം മുമ്പ് ഒരു 500ഓളം വരുന്ന SFI പ്രവർത്തകരാണ് സർവകലാശാലയുടെ മെയിൻ ഗേറ്റിലേക്ക് എത്തിയത്. അവിടെ പോലീസ് ജലപീരങ്കി ഉൾപ്പെടെ വെച്ച് തടയുകയായിരുന്നു. ബാരിക്കേഡ് തീർത്ത് തടഞ്ഞ പ്രവർത്തകർ പക്ഷേ ജലപീരങ്കി പ്രയോഗിച്ചും പിരിഞ്ഞു പോകാതെ ഗേറ്റ് മറികടന്ന് ബാരിക്കേഡ് മറികടന്ന് സർവകലാശാല ആസ്ഥാനത്തിന്റെ പ്രധാന കവാടത്തിലേക്ക് ഓടിയെടുക്കുകയായിരുന്നു. നിലവിൽ സെനറ്റ് യോഗം അത് അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. SFIയുടെ ഈ പ്രതിഷേധം ഉണ്ടായതെന്നും എടുത്തു കാണുന്നതാണ്. ഇപ്പോൾ സെനറ്റ് യോഗം സമാപിച്ചിട്ടുണ്ട്. പക്ഷേ SFI പ്രവർത്തകർ ഇപ്പോൾ നിലവിൽ പ്രധാന കവാടത്തിൽ മുദ്രാവാക്യ വിളികളോടെ പ്രതിഷേധിക്കുകയാണ്. അവിടെയും വലിയ പോലീസ് വിന്യാസം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. SFI പ്രതിഷേധം കണക്കിലെടുത്ത് നേരത്തെയും വലിയ തരത്തിലുള്ള പ്രതിഷേധം സർവകലാശാലയ്ക്കകത്ത് VC-ക്കെതിരെ ഒക്കെ നടന്നതാണ്. മണിക്കൂറുകൾ നീണ്ടുനിന്ന പ്രതിഷേധമായിരുന്നു SFIയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അതിനൊക്കെ സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നും ഇപ്പോൾ ഡീൻ വിജയകുമാരി രാജിവെക്കണം, ജാതീയ അധിക്ഷേപം നടത്തുകയും വിപിൻ വിജയ് എന്ന വിദ്യാർത്ഥി അവർക്കെതിരെ പരാതി പോലീസിൽ തന്നെ നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ ഇവരെ പുറത്താക്കണം ആവശ്യപ്പെട്ടുള്ള വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ SFI നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകിയത്. സർവകലാശാലയിൽ വലിയ പ്രതിഷേധമുയർത്തുകയാണ് SFI പ്രവർത്തകർ. ഈ വിഷയത്തിൽ BJP വിപിൻ വിജയന് എതിരായിട്ടുള്ള ജാതീയ അധിക്ഷേപം അതിന് നേതൃത്വം കൊടുത്തത് ഓറിയന്റൽ സ്റ്റഡീസിൻ്റെ ഡീനും സെനറ്റ് അംഗവും സംസ്കൃത വകുപ്പ് മേധാവിയുമായിട്ടുള്ള ശ്രീ വിജയകുമാരിയാണ് അതിന് നേതൃത്വം കൊടുത്തത്. ആ വിജയകുമാരി ഇന്ന് സഭയിലെത്തി. ഞങ്ങൾ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറോട് പറഞ്ഞു, കേരളം എന്ന് പറയുന്ന ഈ നാട് വളർന്നത്, കേരളം നേടിയ സാമൂഹിക വളർച്ച, അതിൻ്റെ തുടക്കം കേരളത്തിൽ നടമാടിയിരുന്ന ജാതീയ അധിക്ഷേപങ്ങൾക്കും ഉച്ചനീചത്വങ്ങൾക്കും എതിരായി നടത്തിയ നവോത്ഥാന പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് കേരളം സാമൂഹിക വളർച്ച നേടിയത്. ആ കേരളത്തിന് അപമാനമാവുന്ന തരത്തിൽ മാത്രവുമല്ല, ഇന്ത്യയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നൊരു സർവകലാശാലയായ കേരള സർവകലാശാലയുടെ പൊതു വളർച്ചയും മുന്നേറ്റവും തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഈ സർവകലാശാലയിലെ ഒരു അധ്യാപികയായ ഈ സഭയിലെ ഒരു അംഗമായിട്ടുള്ള ശ്രീ വിജയകുമാരിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു വീഴ്ച വന്നിട്ടുള്ളത്. അവർക്കെതിരായി കേരള പോലീസ് ഹരിജൻ അട്രോസിറ്റി വകുപ്പിട്ട് കേസെടുത്തു. അവർ കേരള ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ താൽക്കാലികമായ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ ഈ സഭയിൽ നിന്നും പുറത്താക്കിയിട്ട് ഈ പ്രശ്നം അടിയന്തരമായി സഭ ചർച്ച ചെയ്യണം എന്ന ഒരാവശ്യമാണ് ഞങ്ങൾ സഭയുടെ മുന്നിൽ വെച്ചത്. എന്നാൽ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഞങ്ങളുടെ ഈ ആവശ്യം അംഗീകരിക്കാതെ 3.5 മണിക്കൂറാണ് ഒരക്ഷരം മിണ്ടാതെ ചെയറിൽ ഫോൺ നോക്കിക്കൊണ്ട് യൂട്യൂബ് കണ്ടുകൊണ്ട് അവിടെ ഇരുന്നത്. അതിൻ്റെ ചിത്രമെല്ലാം നിങ്ങളുടെ കൈ കിട്ടിക്കാണും. അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, നിയമവിരുദ്ധമായിട്ടുള്ള, സർവകലാശാലയുടെ കീഴ്വഴക്കങ്ങൾക്കും ചട്ടങ്ങൾക്കും എതിരായി കഴിഞ്ഞ കുറേ നാളുകളായി പ്രവർത്തിക്കുന്ന വൈസ് ചാൻസലർ ഇന്നും കേരളമാകെ പൊതുവായി പ്രതിഷേധിക്കുന്ന ഒരു വിഷയത്തിന്മേൽ അതേ നിലപാട് തന്നെ എടുക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസൊക്കെ കിട്ടിക്കാണും. ഇന്ന് ഈ സഭയിൽ ഈ ജാതി അധിക്ഷേപ വിഷയത്തിൽ പ്രതിഷേധം തുടരുകയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗവും SFIയും.